Good morning, dear students. How are you all? I hope you are fine. നമുക്ക് ഇന്ന് ബേസിക് സയൻസ് പഠിച്ചാലോ? ബേസിക് സയൻസിലെ പുതിയൊരു ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചാപ്റ്റർ 8 പ്ലാന്റ് ആൻഡ് അനിമൽ ലൈഫ് ഇൻ വാട്ടർ. നമ്മൾ ഏത് ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്? ചാപ്റ്റർ 8 ആണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്? Plant and animal life in water. എന്താണ്? Plant and animal life in water. Water and water bodies. Take a walk in your school garden. Have a close look at everything around you. There are birds in the sky, insects on leaves, and the swarm of ants on the ground. Take a walk in your school garden. Have a close look at everything around you. There are birds in the sky, insects on leaves, and a swarm of ants on the ground. Take a walk in your school garden. നിങ്ങളുടെ സ്കൂൾ ഗാർഡനിൽ നിങ്ങളൊന്ന് നടക്കുക. Have a close look at everything around you. നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ ഗാർഡനിൽ നടക്കുമ്പോൾ നിങ്ങൾ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. There are birds in the sky, insects on leaves, and a swarm of ants on the ground. ഇതാണ് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ ഉള്ള ഗാർഡനിൽ ഒന്ന് നടക്കുമ്പോൾ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. അപ്പൊ എന്തൊക്കെ കാണാൻ പറ്റും? നമുക്ക് സ്കൈയില് ആകാശത്തില് ബേർഡ്സിനെ കാണാൻ പറ്റും, ആകാശത്തിൽ പക്ഷികളെ കാണാൻ പറ്റും. പിന്നെന്താണ്? ഇൻസെക്ട് ഓൺ ലീവ്സ്, ഇലകളിലൊക്കെ പ്രാണികളെ കാണാൻ പറ്റും. നമുക്ക് ആകാശത്തില് പക്ഷികളെ കാണാൻ പറ്റും, അതുപോലെ ഇലകളില് പ്രാണികളെ കാണാൻ പറ്റും, ഇൻസെക്റ്റിനെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നിലത്ത് കുറെ ഉറുമ്പുകളെ കാണാൻ പറ്റും, ആന്റിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. നിലത്ത് ഗ്രൗണ്ടിൽ കുറെ ഉറുമ്പുകളെ കാണാൻ പറ്റും. You will find the life everywhere. Even the small water puddle will have a teeny bug swimming in it. Almost 71% of the earth is covered with water, and a very large amount of it is salty water, while just 3.5% of it is fresh water. You will find life everywhere. നിങ്ങൾക്ക് ജീവിതം എല്ലായിടത്തും കാണാൻ പറ്റും. Even the small water puddle will have the teeny bugs swimming in it. ചെറിയൊരു കുളത്തിൽ പോലും ചെറിയ കീടാണുക്കൾ നീന്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ചുറ്റും ലൈഫ് കാണാൻ പറ്റും. അതുപോലെ ചെറിയൊരു കുളത്തിലാണെങ്കിൽ പോലും ചെറിയ കീടാണുക്കളൊക്കെ നീന്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. Almost 71% of the earth is covered with water, and a very large amount of it is salty water, while just 3.5% of it is fresh water. നമ്മുടെ ഭൂമിയുടെ 71%, നമ്മുടെ ഭൂമിയുടെ 71% എന്ന് പറയുന്നത് ജലം കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു. നമ്മുടെ ഭൂമിയുടെ 71% ജലത്താൽ നിറഞ്ഞിരിക്കുന്നു. And very large amount of it is a salty water, while just 3.5% of it is fresh water. നമ്മുടെ ഭൂമിയുടെ 71% ജലമാണ്. എന്നാൽ ആ ജലത്തിലെ വലിയൊരു ഭാഗം എന്ന് പറയുന്നത് സാൽട്ടി വാട്ടർ ആണ്. അതായത് 71% ഭൂമിയിലെ ജലം എന്ന് പറയുന്നത്. ആ ഒരു 71% ജലത്തിലെ വലിയൊരു എമൗണ്ട് വെള്ളം എന്ന് പറയുന്നത് ഉപ്പുവെള്ളമാണ്. അതിൽ വെറും 3.5% മാത്രമാണ് ശുദ്ധജലമായിട്ടുള്ളത്. നമ്മുടെ ഭൂമിയുടെ 71% വെള്ളമാണ്. ആ ജലത്തില് കൂടുതൽ എമൗണ്ടും എന്താണ്? ഉപ്പുവെള്ളമാണ്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ശുദ്ധജലം എന്ന് പറയുന്നത്, ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത് വെറും 3.5% മാത്രം ആണ്. Many different kinds of animals and plants live and grow in water. Depending on the nature of water body, salty or fresh, broadly, water bodies can be classified as. Many different kinds of animals and plants live and grow in water. Depending on the nature of water body, salty or fresh. എന്താണ്? Many different kinds of animals and plants live and grow in water. Depending on the
നേച്ചർ ഓഫ് വാട്ടർ ബോഡി, സാലിറ്റി ഓഫ് ഫ്രഷ്. എന്താണ്? പലതരത്തിലുള്ള മൃഗങ്ങളായാലും അതുപോലെ പ്ലാന്റ്സ് ആയാലും പലതരത്തിലുള്ള അനിമലും അതുപോലെ പ്ലാന്റ്സും ഒക്കെ തന്നെ വെള്ളത്തിൽ വളരുകയും ജീവിക്കുകയും ചെയ്യുന്നു. നേച്ചറിലെ വാട്ടർ ബോഡിയുടെ ഒരു സാലിറ്റി ആണ് അല്ലെങ്കിൽ ഫ്രഷ് ആണോ എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്ന അതിന്റെ ആ വെള്ളത്തിന്റെ നേച്ചർ എന്ന് പറയുന്നത്. Many different kinds of animals and plants live and grow in water depending on the nature of water body, salinity or fresh. Broadly, water bodies can be classified as പലതരത്തിലുള്ള അനിമൽസ് ആയാലും പ്ലാന്റ്സ് ആയാലും തന്നെ ജലത്തിൽ വളരുകയും ജീവിക്കുകയും ചെയ്യുന്നു. ഈ വാട്ടർ ബോഡീസിന്റെ ഒക്കെ നേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫ്രഷ് ആണോ അല്ലെങ്കിൽ എന്താണ് സാൽട്ടി ഉപ്പാണോ അല്ലെങ്കിൽ ശുദ്ധമാണോ എന്ന് ഒരു വാട്ടർ ബോഡീസിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് വാട്ടർ ബോഡീസിനെ നമുക്ക് പ്രധാനമായിട്ട് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതാണ് പലതരത്തിലുള്ള അനിമൽസ് ആയാലും പ്ലാന്റ്സ് ആയാലും വെള്ളത്തിൽ ജീവിക്കുകയും വളരുകയും ചെയ്യുന്നു. ഈ വാട്ടർ ബോഡീസിന്റെ എന്താണ് ഉപ്പുവെള്ളമാണോ അല്ലെങ്കിൽ ശുദ്ധജലമാണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വാട്ടർ ബോഡീസിനെ എന്തായിട്ട് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഏതൊക്കെയാണ്? ഫസ്റ്റ് ഓഷ്യൻ. എന്താണ് ഫസ്റ്റ്? എന്താണ് ഓഷ്യൻ? ഫസ്റ്റ് എന്താണ് ഓഷ്യൻ എന്ന് വെച്ചാൽ എന്താ? സമുദ്രം. എന്താണ്? മെനി ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ലീവ് ആൻഡ് ഗ്രോ ഇൻ വാട്ടർ ഡിപ്പെൻഡിങ് ഓൺ ദി നേച്ചർ ഓഫ് വാട്ടർ ബോഡി, സാലിറ്റി ഓർ ഫ്രഷ്. ബ്രോഡ്ലി വാട്ടർ ബോഡീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ്. നമ്മുടെ ജലത്തിൽ എന്താണ് പലതരത്തിലുള്ള അനിമൽസ് ആയാലും പ്ലാന്റ്സ് ആയാലും ജീവിക്കുകയും വളരുകയും ചെയ്യുന്നുണ്ട്. ഈ വാട്ടർ ബോഡീസിന്റെ ഫ്രഷ് ആണോ അല്ലെങ്കിൽ ഉപ്പാണോ എന്ന് ഈ വാട്ടർ ബോഡീസിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് വാട്ടർ ബോഡീസിനെ നമുക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ എന്താണ്? ഓഷ്യൻ സമുദ്രം. എന്താണ് ഫസ്റ്റ്? ഓഷ്യൻ സമുദ്രം. സെക്കൻഡ് എന്താണ്? സീ. എന്താണ്? സീ. എന്താണ് രണ്ടാമത്തെ? കടല്. ഫസ്റ്റ് ഏതാണ്? ഫസ്റ്റ് സമുദ്രം ഓഷ്യനാണ്. സെക്കൻഡ് എന്താണ്? സീ കടല്. തേർഡ് നോക്കിക്കേ, ലേക്സ് ആൻഡ് പോൺസ്. എന്താണ് മൂന്നാമത്തത്? ലേക്സ് ആൻഡ് പോൺസ് എന്ന് വെച്ചാൽ തടാകങ്ങളും അതുപോലെ തന്നെ കുളങ്ങളും. ഇതാണ് ലേക്സ് ആൻഡ് പോൺസ്. എന്താണ്? എന്താണ് മൂന്നാമത്തത്? ലേക്സ് ആൻഡ് പോൺസ്. മൂന്നാമത്തെ തടാകങ്ങളും കുളങ്ങളും. ഫോർത്ത് നോക്കിക്കേ, റിവേഴ്സ്. നാലാമത്തെ എന്താണ്? റിവേഴ്സ് നദി. എന്താണ്? റിവേഴ്സ്. നാലാമത്തെ എന്താണ്? റിവേഴ്സ് നദി. എന്താണ് വാട്ടർ ബോഡീസിന്റെ അത് ഉപ്പ് വെള്ളമാണോ അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ ആണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വാട്ടർ ബോഡീസിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഫസ്റ്റ് വൺ എന്താണ്? ഓഷ്യൻ സമുദ്രം. സെക്കൻഡ് എന്താണ്? സീ കടല്. തേർഡ് എന്താണ്? ലേക്സ് ആൻഡ് പോൺസ് തടാകങ്ങളും കുളങ്ങളും. ഫോർത്ത് എന്താണ്? റിവേഴ്സ്. ഫോർത്ത് എന്താണ്? റിവേഴ്സ് നദികള്. Salty water. Plants and animals live in ocean and sea. Salty water. Plants and animals live in ocean and sea. കടലിലും സമുദ്രത്തിലും പ്ലാന്റ്സിന്റെ ആയാലും അനിമലിന്റെ ആയാലും ജീവിതം എങ്ങനെയാണ്? Ocean are large water bodies that have salty water. Saline water in ocean is home to million variety of plants and animals. Ocean are large water bodies that have salty water. എന്താണ് സമുദ്രം എന്ന് പറയുന്നത് വലിയൊരു വാട്ടർ ബോഡിയാണ്. അതെന്ന് പറയുന്നത് എന്താണ്? സമുദ്രം എന്ന് പറയുന്നത് ഉപ്പുവെള്ളമാണ്. സമുദ്രത്തിൽ എന്താണ്? ഉപ്പുവെള്ളമാണ് ഉള്ളത്. Saline water in ocean is home to million varieties of plants and animals. സമുദ്രങ്ങളിലേക്ക് ഉപ്പുവെള്ളം എന്ന് പറയുന്നത് എന്താണ്? സമുദ്രങ്ങളിലെ ഉപ്പുവെള്ളം ദശലക്ഷക്കണക്കിന് സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും ആവാസ കേന്ദ്രമാണ്. Saline water in ocean is home to million variety of plants and animals. സമുദ്രങ്ങളിലെ ഈ ഉപ്പുവെള്ളം എന്ന് പറയുന്നത് ദശലക്ഷക്കണക്കിന് സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും ആവാസ കേന്ദ്രമാണ്.
Sea is a portion of the ocean that is surrounded by land. It is connected to the ocean. As it is near to land, marine life in the sea, it is much more than that of the ocean. Sea is a portion of the ocean that is surrounded by land. Then sea is a portion of the ocean that is surrounded by land. കരയാൽ ചുറ്റപ്പെട്ടിട്ടുള്ള സമുദ്രത്തിന്റെ ഒരു പോർഷൻ, ഒരു ഭാഗമാണെന്ത് സീ എന്ന് പറയുന്നത്. എന്നാണ് ലാൻഡിനാൽ ചുറ്റപ്പെട്ട സമുദ്രത്തിന്റെ ഒരു ഭാഗമാണ് കടൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദി ഓഷൻ. ഈ കടൽ എന്ന് പറയുന്നത് സമുദ്രവുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. As it is near to the land, marine life in the sea is much more than that of the ocean. ഇത് ഈ കടൽ എന്ന് പറയുന്നത് ലാൻഡിനോട് അടുത്ത് നിൽക്കുന്നത് കൊണ്ട്, കടൽ എന്ന് പറയുന്നത് കരയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ സമുദ്രത്തെക്കാട്ടി മറൈൻ ലൈഫ് കൂടുതൽ ഉള്ളത് എവിടാണ്? കടലിലാണ്. Sea is a portion of the ocean that is surrounded by land. It is connected to the ocean. As it is near to land, marine life in the sea is much more than that of the ocean. Sea is a portion of the ocean that is surrounded by land. കടൽ എന്ന് പറയുന്നത് സമുദ്രത്തിന്റെ ഒരു ഭാഗമാണ്. ഈ കടൽ എന്ന് പറയുന്നത് കരയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദി ഓഷ്യൻ. ഈ കടൽ എന്ന് പറയുന്നത് ഓഷ്യനുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. As it is near to the land, marine life in the sea is much more than that of the ocean. കടൽ എന്ന് പറയുന്നത് കരയുമായി അടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ സമുദ്രത്തെക്കാട്ടി മറൈൻ ലൈഫ് കൂടുതലുള്ളത് ഈ കടലിലാണ്. Plants and algae are critical to the ocean's ecosystem. They produce oxygen which other water creatures breathe in. Plants and algae are critical to the ocean's ecosystem. They produce oxygen which other water creatures breathe in. ഇതാണ് പ്ലാന്റ്സും അതുപോലെ ആൽഗെ. പ്ലാന്റ്സ് ആൻഡ് ആൽഗേസ് ആർ critical to the ocean's ecosystem. They produce oxygen which other water creatures breathe in. പ്ലാന്റ്സും ആൽഗകളും സമുദ്രത്തിന്റെ ആവാസ വ്യവസ്ഥയിൽ എന്താണ്? നിർണായകമാണ്. പ്ലാന്റ്സ് ആയാലും ആൽഗെ ആയാലും സമുദ്രത്തിന്റെ എക്കോസിസ്റ്റത്തിൽ നിർണായകമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. പ്ലാന്റ്സ് ആൻഡ് ആൽഗെ ആർ ക്രിട്ടിക്കൽ ടു ദി ഓഷ്യൻസ് എക്കോസിസ്റ്റം. പ്ലാന്റ്സ് ആയാലും ആൽഗെ ആയാലും സമുദ്രത്തിന്റെ എക്കോസിസ്റ്റത്തിൽ ഒരു നിർണായകമായിട്ടുള്ള ഒരു ഘടകമാണ്. They produce oxygen which other water creatures breathe in. മറ്റ് വാട്ടർ ക്രിയേഷനൊക്കെ ശ്വസിക്കാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ അവര് ഉൽപ്പാദിപ്പിക്കുന്നു. ഈ പ്ലാന്റ്സ് ആയാലും അതുപോലെ ആൽഗെ ആയാലും സമുദ്രത്തിന്റെ എക്കോസിസ്റ്റത്തിൽ നിർണായകമാണ്. അതെന്ത് ചെയ്യുന്നു? മറ്റ് വാട്ടർ ക്രിയേച്ചേഴ്സിനൊക്കെ ശ്വസിക്കാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. As plants need sunlight, most of the either floating on the surface of the water of the ocean or grow in the shallow areas that receive enough sunlight. Let us see few of them. As plants need sunlight, most of them either float on the surface of the water of the ocean or grow in the shallow areas that receive enough sunlight. Then, as plants need sunlight, most of them either float on the surface of the water of an ocean or grow in the shallow area that receive enough sunlight. എന്താണ്? പ്ലാന്റ്സിനൊക്കെ തന്നെ എന്ത് ആവശ്യമാണ്? സൂര്യപ്രകാശം ആവശ്യമാണ്. സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം എന്താണ്? ആവശ്യമാണ്. അവയിൽ ഭൂരിഭാഗവും ജലത്തിന്റെ ഉപരിതലത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. സസ്യങ്ങൾക്കെല്ലാം സൂര്യപ്രകാശം ആവശ്യമാണ്. അതെന്ത് ചെയ്യുന്നത്? ജലത്തിന്റെ ഉപരിതലത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നു. Phytoplankton, microscopic algae from seed family produce a huge amount of oxygen. They are present on the surface of the ocean. They are food to many creatures like whales, shrimp, snail and jellyfish. Phytoplankton, microscopic algae from seaweed family produce a huge amount of oxygen. They are present on the surface of the ocean.
They are present on the surface of the ocean. They are food to many creatures like a whale, shrimp, snail and jellyfish. ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺ മൈക്രോസ്കോപ്പിക് ആൽഗെ ഇതൊക്കെ എന്താണ് വലിയ അളവിൽ തന്നെ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഫൈറ്റോ പ്ലാങ്ക്ടൺ അതുപോലെ മൈക്രോസ്കോപ്പിക് ആൽഗെ ഫ്രം സീവിഡ് ഫാമിലി പ്രൊഡ്യൂസ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഓക്സിജൻ. ഇതാണ് ഫൈറ്റോ പ്ലാങ്ക്ടൺ ആയാലും അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് ആൽഗെ ആയാലും വലിയ അളവിൽ എന്ത് ചെയ്യുന്നു? ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നു. Phytoplankton, microscopic algae from seaweed family produce a huge amount of oxygen. ഈ കടൽ പായൽ കുടുംബത്തിൽ നിന്നുള്ള ഫൈറ്റോപ്ലാങ്ക്ടൺ ആയാലും അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് ആൽഗെ ആയാലും വലിയ അളവിൽ തന്നെ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നു. കടൽ പായൽ കുടുംബത്തിൽ നിന്നുള്ള ഫൈറ്റോപ്ലാങ്ക്ടനും മൈക്രോസ്കോപ്പിക് ആൽഗയും വലിയ അളവിൽ തന്നെ എന്ത് ചെയ്യുന്നു? ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നു. They are present on the surface of the ocean. ഇതെവിടാ നിലനിൽക്കുന്നത്? സമുദ്രത്തിന്റെ സർഫസിലാണ് പ്രസന്റ് ചെയ്തത്. ഇതിന്റെ സാന്നിധ്യം എവിടാണുള്ളത്? സമുദ്രത്തിന്റെ ഉപരിതലത്തിലാണ്. They are food to many creatures like the whale, shrimp, snail and jellyfish. എന്താണ് ഇത്? പലതരത്തിലുള്ള പല ക്രിയേച്ചേഴ്സിനും ഫുഡാവുന്നു. ഇങ്ങനെ വെയിലിനായാലും അല്ലെങ്കിൽ ഷ്രിമ്പിനോ സ്നേലിനോ ജെല്ലി ഫിഷിനോ ഒക്കെ ഇത് നൽകുന്നു? ഭക്ഷണം ആകുന്നു. Phytoplankton, microscopic algae from seaweed family produce a huge amount of oxygen. They are present on the surface of the ocean. They are food to many creatures like a whale, shrimp, snail and jellyfish. ഇതാണ് കടൽ പായൽ കുടുംബത്തിൽ നിന്നുള്ള ഫൈറ്റോപ്ലാങ്ക്ടൺ ആയാലും അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് ആൽഗെ ആയാലും വലിയ അളവിൽ തന്നെ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് സമുദ്രത്തിന്റെ ഉപരിതലത്തിലാണ് കാണപ്പെടുന്നത്. They are food to many creatures like whale, shrimp, snail and jellyfish. ജെല്ലിഫിഷിനായാലും സ്നെയിലിനായാലും അതുപോലെ ഷ്രിമ്പിനും വെയിലിനൊക്കെ തുടങ്ങിയ എല്ലാ ക്രിയേച്ചേഴ്സിനും ഇത് ഫുഡാവുന്നു. Seagrass is the flowering plant that grow in shallow water because it needs a lot of sunlight. They are the habitat for small fish and animals such as lobster. Animals hide from predators in these grasses. They are food for reef fish also. Seagrass is the flowering plant that grow in shallow water because it needs a lot of sunlight. They are the habitat for the small fish and animals such as lobster. Animals hide from predators in this grass. They are food for reef fish also. Seagrass is the flowering plant that grows in shallow water because it needs a lot of sunlight. ധാരാളം സൂര്യപ്രകാശം ആവശ്യമുള്ളതിനാൽ എന്താണ് ആഴം കുറഞ്ഞ വെള്ളത്തിൽ വളരുന്ന പുൽച്ചെടികളാണ് എന്ത്? സീഗ്രാസ് എന്ന് പറയുന്നത്. Seagrass is the flowering plants that grows in shallow water because it needs lot of sunlight. ധാരാളം സൂര്യപ്രകാശം ആവശ്യമായതിനാൽ ആഴം കുറഞ്ഞ വെള്ളത്തിൽ വളരുന്ന പൂച്ചെടികളാണ് എന്ത്? സീഗ്രാസ് എന്ന് പറയുന്നത്. They are the habitat for small fish and animals such as lobster. Animals hide from predators in these grasses. They are food for reef fish also. ചെറു മത്സ്യങ്ങളെയും അതുപോലെ ലോബസ്റ്റർ തുടങ്ങിയ മൃഗങ്ങളുടെയും ആവാസ കേന്ദ്രങ്ങളായിരുന്നു ഈ സീഗ്രാസ് എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യുന്നു? ഈ പുല്ലുകൾ ഈ സീഗ്രാസ് എന്ത് ചെയ്യുന്നു? മൃഗങ്ങളെ വേട്ടക്കാരിൽ നിന്ന് ഒളിക്കുന്നു. മൃഗങ്ങളെ വേട്ടക്കാരിൽ നിന്ന് ഒളിച്ചു നിർത്താൻ ഈ സീഗ്രാസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Seagrass is the flowering plant that grow in shallow water because it needs lot of sunlight. ധാരാളം സൂര്യപ്രകാശം ആവശ്യമുള്ളതിനാൽ ആഴം കുറഞ്ഞിട്ടുള്ള വെള്ളത്തിൽ വളരുന്ന പൂച്ചെടികളാണ് ഇതെന്ന് പറയുന്നത് സീഗ്രാസ് എന്ന് പറയുന്നത്. They are the habitat for small fish and animals such as lobster. Animals hide from predators in these grasses. They are food for reef fish also. ചെറു മത്സ്യങ്ങളുടെ അതുപോലെ ലോബസ്റ്റർ തുടങ്ങിയ മൃഗങ്ങളിൽ ആവാസ കേന്ദ്രങ്ങളായിരുന്നു ഈ സീഗ്രാസ് എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യുന്നു? ഈ സീഗ്രാസ് എന്ത് ചെയ്യുന്നു? മൃഗങ്ങളെ വേട്ടക്കാരിൽ നിന്ന് ഒളിച്ചു വെക്കുന്നു. അതെന്ത് ചെയ്യുന്നു? സീഗ്രാസ്
റീഫ് ഫിഷിന് ഒരു ഫുഡുമായിട്ട് മാറാറുണ്ട്. Ocean and seas are habitat to a variety of animals like a blue whale, turtle, saltwater dolphin, great white shark, clownfish, lobster, shrimp, starfish and jellyfish. Ocean and sea are habitats to a variety of animals like blue whales, turtle, saltwater dolphin, great white shark, clownfish, lobster, shrimp, starfish and jellyfish. ഈ ഓഷ്യനായാലും സമുദ്രമായാലും കടലായാലും ധാരാളം ആനിമൽസിന് ഒരു ആവാസ കേന്ദ്രമാണ്. ഈ കടലിലായാലും സമുദ്രത്തിലായാലും ബ്ലൂ വെയിലുണ്ട്, ടർട്ടിലുണ്ട്, അതുപോലെ സാൾട്ട് വാട്ടർ ഡോൾഫിൻ ഉണ്ട്, ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് ഉണ്ട്, ക്രൗൺ ഫിഷ് ഉണ്ട്, ലോബസ്റ്റർ ഉണ്ട്, shrimp ഉണ്ട്, സ്റ്റാർ ഫിഷ് ഉണ്ട്, ജെല്ലി ഫിഷ് ഉണ്ട്. ഇങ്ങനെ തുടങ്ങിയ നിരവധി വെറൈറ്റി ആയിട്ടുള്ള ആനിമൽസിന്റെയൊക്കെ ഒരു ഹാബിറ്റ് ആവാസ കേന്ദ്രമാണ് ഈ സമുദ്രമെന്നും അതുപോലെ കടലെന്നും പറയുന്നത്. Oceans and sea are habitat to a variety of animals like blue whales, turtle, saltwater dolphin, great white shark, clownfish, lobster, shrimp, starfish and jellyfish. ജെല്ലിഫിഷിന്റെ ആയാലും സ്റ്റാർ ഫിഷിന്റെ ആയാലും ഷ്രിമ്പിന്റെ ആയാലും അല്ലെങ്കിൽ ലോബസ്റ്റർ, അതും അല്ലെങ്കിൽ ക്ലൗൺ ഫിഷ്, ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്, അല്ലെങ്കിൽ സാൾട്ട് വാട്ടർ ഡോൾഫിൻ, അല്ലെങ്കിൽ ടർട്ടിൽ, ബ്ലൂ വെയിൽ തുടങ്ങിയ വെറൈറ്റി ആനിമൽസിന്റെ ഒക്കെ ഹാബിറ്റാണ് എന്ന് പറയുന്നത് ഓഷ്യൻ അല്ലെങ്കിൽ സീ എന്ന് പറയുന്നത്. Coral is an animal organism found in the ocean. Coral reefs get their color from the many types of algae that live on its surface. Coral is an animal organism found in the ocean. Coral reefs get their color from the many types of algae that live on its surface. Coral is an animal organism found in the ocean. സമുദ്രത്തിൽ കാണപ്പെടുന്ന ഒരു അനിമൽ ഓർഗാനിസമാണ് ഇതെന്ന് പറയുന്നത് കോറൽ എന്ന് പറയുന്നത്. Coral reefs get their color from the many types of algae that live on its surface. ഇതാണ് ആൽഗെ, പലതരത്തിലുള്ള ആൽഗയിൽ നിന്നാണ് ഈ കോറൽ റീഫിന് അതിന്റെ കളറ് കിട്ടുന്നത്. പവയക്കുട്ടികൾക്ക് എന്താണ് സമുദ്രത്തിലാണ് ഈ പവയക്കുട്ടികളൊക്കെ താമസിക്കുന്നത്. അതുപോലെ കോറൽ റീഫിന് അതിന്റെ കളർ ലഭിക്കുന്നത് പലതരത്തിലുള്ള ആൽഗയിൽ നിന്നാണ്. Ocean water is not clear enough for marine mammals to see, so they depend on echolocation in which they send out sound waves that are like a click. When those sounds hit an object, it bounces back. This helps them to identify the location, shape and size of the object. Ocean water is not clear enough for marine mammals to see, so they depend on echolocation in which they send out sound waves that are like a click. When those sounds hit an object, it bounces back. This helps them to identify the location, shape and size of the object. Ocean water is not clear enough for marine mammals to see. ഈ ഓഷ്യൻ വാട്ടർ സമുദ്രജലത്തില് നമുക്ക് മറൈൻ മാമൽസിനെ ഒന്നും കാണാൻ പറ്റത്തില്ല. കാരണം എന്താ? ഓഷ്യൻ വാട്ടർ അത്ര ക്ലീൻ അല്ലാത്തത് കൊണ്ട്, ക്ലിയർ അല്ലാത്തത് കൊണ്ട് തന്നെ, ഓഷ്യൻ വാട്ടർ അത്ര വ്യക്തത ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് മറൈൻ മാമൽസിനെ ഒന്നും ഓഷ്യൻ വാട്ടറിൽ കാണാൻ പറ്റില്ല. So they depend on echolocation in which the sound send out sound wave that are like a click. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യുന്നു? എക്കോലൊക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇതെന്ത് ചെയ്യുന്നു? സൗണ്ട്, ശബ്ദ തരംഗങ്ങൾ പുറപ്പെടുവിപ്പിക്കുന്നു. When those sound hit an object, it bounces back. ആ ശബ്ദങ്ങൾ ഒരു വസ്തുവിൽ തട്ടുമ്പോൾ എന്ത് ചെയ്യും? അത് തിരികെ കുതിക്കും, തിരികെ വീണ്ടും വരുന്നു. This helps them to identify the location, shape and size of the object. ഇത് ആ വസ്തുവിന്റെ സ്ഥാനം, ആകൃതി, വലിപ്പം എന്നിവയൊക്കെ തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്നു. ഇതാണ് ഓഷ്യൻ വാട്ടർ ഈസ് നോട്ട് ക്ലിയർ ഇനഫ് ഫോർ മറൈൻ മാമൽസ് ടു സീ, so they depend on echolocation in which they send out sound waves that are like a click.
when those sounding hit an object it bounces back. This helps them to identify the location, shape and size of the object. എന്താണ് ഓഷ്യൻ വാട്ടർ എന്ന് പറയുന്നത് അത്ര ക്ലിയർ അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് മറൈൻ മാമൽസിനെ ഒന്നും കാണാൻ പറ്റില്ല. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന എക്കോ ലൊക്കേഷനാണ്, അതായത് സൗണ്ട്, ശബ്ദ തരംഗങ്ങൾ അത് പുറപ്പെടുവിക്കുന്നു. ഈ ശബ്ദ തരംഗങ്ങൾ എന്ത് ചെയ്യുന്നു? ആ ശബ്ദങ്ങൾ ഒരു വസ്തുവിൽ തട്ടുമ്പോൾ അത് തിരികെ വീണ്ടും വന്ന് പതിക്കുന്നു. ആ വസ്തുവിന്റെ സ്ഥാനം, ആകൃതി, വലിപ്പം എന്നിവ തിരിച്ചറിയാൻ ഇത് അവരെ സഹായിക്കുന്നു. Life in deep ocean. Life in deep ocean. More than 1,000 meters below the ocean, there is no sunlight. More than 1,000 meters below the ocean, there is no sunlight. എന്താണ്? ഓഷ്യന്റെ ഏകദേശം 1000 മീറ്റർ താഴെ എന്താണ്? സൂര്യപ്രകാശം ഇല്ല. Earlier scientists thought that there could be no life without sunlight. But recent research have shown many different kinds of animals live in this part of the dark water world also. Earlier scientists thought that there could be no life without sunlight. But recent research have shown many different kinds of animals live in this part of the dark water world also. എന്താണ് ആദ്യകാലത്തെ ശാസ്ത്രജ്ഞർ കരുതിയിരുന്നത് സൺലൈറ്റ് ഇല്ലാതെ, സൂര്യപ്രകാശം ഇല്ലാതെ ലൈഫ് സാധ്യമല്ലെന്നാണ് ആദ്യകാലത്തെ ശാസ്ത്രജ്ഞർ വിചാരിച്ചിരുന്നത്. എന്നാൽ എന്താണ്? ബട്ട് റീസെന്റ് റിസർച്ച് have shown many different kinds of animals live in this part of the dark water world also. എന്നാൽ ഇപ്പം ഗവേഷണങ്ങൾ തെളിയിക്കുന്ന എന്താണ്? പല തരത്തിലുള്ള അനിമൽസിനും ഈ ഡാർക്ക് വാട്ടർ വേൾഡിൽ ജീവിക്കാൻ പറ്റുമെന്നാണ് ഇപ്പോഴത്തെ ഗവേഷണങ്ങളൊക്കെ തെളിയിക്കുന്നത്. ലൈഫ് ഇൻ ഡീപ് ഓഷ്യൻ. More than 1,000 meters below the ocean, there is no sunlight. ഏകദേശം സമുദ്രത്തിന്റെ ഏകദേശം 1000 മീറ്റർ താഴെ എന്താണ്? സൺലൈറ്റ് ഇല്ല. Earlier scientists thought that there could be no life without sunlight. ആദ്യകാലത്തെ ശാസ്ത്രജ്ഞർ കരുതിയത് എന്താണ്? സൂര്യപ്രകാശം ഇല്ലാതെ ജീവിതം സാധ്യമല്ല. But recent research have shown many different kinds of animals live in this part of the dark water world also. എന്നാൽ ഇപ്പോൾ ഗവേഷണം എന്താണ് തെളിയിക്കുന്നത്? പലതരത്തിലുള്ള അനിമൽസിനും എന്താണ് ഈ ഒരു ഡാർക്ക് വാട്ടർ വേൾഡിൽ ജീവിക്കാൻ സാധ്യമാകുമെന്നാണ് ഇപ്പോഴത്തെ ഗവേഷണങ്ങളൊക്കെ തെളിയിക്കുന്നത്. ഇന്ന് പഠിപ്പിച്ച ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിലെ എക്സസൈസ് നോക്കിയാലോ? എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. പേജ് നമ്പർ 272. എല്ലാവരും 272 എടുത്തോ. ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. What part of the earth is covered with water? What part of the earth is covered with water? എർത്തിന്റെ എത്ര ഭാഗമാണ് ജലം കവർ ചെയ്തിട്ടുള്ളത്? എത്ര ഭാഗമാണ്? What part of the earth is covered with water? എത്രയാണ്? Almost 71% of the earth is covered with water. Almost 71% of the earth is covered with water. ഏകദേശം ഭൂമിയുടെ 71% എന്താണ്? ജലമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Water bodies can be classified into 4 groups. Name them. Water bodies can be classified into 4 groups. Name them. Water bodiesനെ പ്രധാനമായിട്ട് 4 ആയിട്ട് തിരിക്കുന്നു. ഏതൊക്കെയാണത്? ഓഷ്യൻ സമുദ്രം, സീ കടല്, ലേക്ക് ആൻഡ് പോൺസ് തടാകവും പോൺസും കുളങ്ങളും, റിവർ നദി. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Why plants and algae are important for ocean? Why plants and algae are important for ocean? സമുദ്രത്തിന് എന്തുകൊണ്ടാണ് പ്ലാന്റ്സും ആൽഗയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? എന്താണ്? They produce oxygen which other water creatures breathe in.
ജലത്തിലെ മറ്റ് ക്രിയേച്ചേഴ്സിന് ശ്വസിക്കാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഉത്പാദിപ്പിക്കുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് സീ ഡിഫറെന്റ് ഫ്രം ദി ഓഷൻ? എങ്ങനെയാണ് കടല് സമുദ്രത്തിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? എങ്ങനെയാണ്? Sea is a portion of the ocean that is surrounded by land. കടൽ എന്ന് പറയുന്നത് സമുദ്രത്തിന്റെ ഒരു പോർഷനാണ്, ഒരു ഭാഗമാണ്. അത് കരയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. It is connected to the ocean. ഈ കടൽ എന്ന് പറയുന്നത് ഓഷ്യനുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. As it is near to the land, marine life in the sea is much more than that of the ocean. എന്താണ്? ഓഷ്യനെക്കാട്ടി കൂടുതൽ മറൈൻ ലൈഫ് എവിടാണുള്ളത്? കടലിന്റെ ഭാഗത്താണുള്ളത്. കാരണം കടൽ എന്ന് പറയുന്നത് കരയുമായിട്ട് അടുത്ത് നിൽക്കുന്നു, ചുറ്റപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ, കരയുമായി അടുത്ത് ചുറ്റപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ സമുദ്രത്തെക്കാട്ടി സീയിലാണ് എന്തുള്ളത്? മറൈൻ ലൈഫ് കൂടുതൽ സാധ്യമാകുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Give 2 examples of fresh water and salt water animals. ഫ്രഷ് വാട്ടറും അതുപോലെ സാൾട്ട് വാട്ടർ അനിമൽസിനും 2 എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഫ്രഷ് വാട്ടർ അനിമൽസിന്റെ എക്സാമ്പിൾ ഫസ്റ്റ് പറയാം. ക്രൊക്കോഡൈൽ ആൻഡ് ഫ്രഷ് വാട്ടർ ഡോൾഫിൻ. ക്രൊക്കോഡൈലും പിന്നെ ഫ്രഷ് വാട്ടർ ഡോൾഫിനുമാണ് ഫ്രഷ് വാട്ടർ അനിമലിനുള്ള എക്സാമ്പിള്. സാൾട്ട് വാട്ടർ അനിമലിനുള്ള എക്സാമ്പിൾ എന്തൊക്കെയാണ്? സാൾട്ട് വാട്ടർ അനിമൽ ഉപ്പ് വെള്ളത്തിൽ ജീവിക്കുന്ന മൃഗം ഏതാണ്? ഷാർക്ക് ആൻഡ് ഈൽസ്. എന്താണ്? ഷാർക്കും ഈൽസും. സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് എക്കോലൊക്കേഷൻ? എന്താണ് എക്കോലൊക്കേഷൻ? വാട്ട് ഈസ് എക്കോലൊക്കേഷൻ? എന്താണ് എക്കോലൊക്കേഷൻ എന്ന് പറയുന്നത്? ഓഷ്യൻ വാട്ടർ ഈസ് നോട്ട് ക്ലിയർ ഇനഫ് ഫോർ മറൈൻ മാമൽസ് ടു സീ. മറൈൻ മാമൽസിനെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലിയർ ആയിട്ടുള്ള വാട്ടർ അല്ല ഓഷ്യൻ വാട്ടർ എന്ന് പറയുന്നത്. അതായത് എന്താണ്? മറൈൻ മാമൽസിനെ നമുക്ക് ഓഷ്യൻ വാട്ടറിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. So they depend on echolocation, in which they send out sound waves that are like a click. അതുകൊണ്ട് തന്നെ അത് എക്കോലൊക്കേഷനെ ആശ്രയിക്കുന്നു. എന്ന് വെച്ചാൽ ഇത് ശബ്ദ തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നു. When those sound hit an object, it bounces back. This helps them to identify the location, shape and size of the object. എന്താണ്? ഈ വസ്തുവിൽ എന്താണ്? ഒരു വസ്തു ശബ്ദം എന്താണ് ചെയ്യുന്നത്? ആ ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ ആ ശബ്ദം തിരിച്ച് വീണ്ടും വന്ന് പതിക്കുന്നു. അപ്പൊ എന്ത് പറ്റും? നമുക്ക് ലൊക്കേഷനും ഷേപ്പും ആകൃതിയും സൈസും ഒക്കെ തന്നെ നമുക്ക് ഒരു വസ്തുവിനെ മനസ്സിലാക്കാൻ ഈ എക്കോ ലൊക്കേഷൻ സഹായിക്കുന്നു. അപ്പം ടീച്ചർ ഈ ചാപ്റ്ററിന്റെ നോട്ട്, ഇത്രയും നോട്ട് ഈ വീഡിയോടൊപ്പം ചേർത്തിട്ടുണ്ട്. എല്ലാവരും ഈ നോട്ട് നോട്ട്ബുക്കിൽ എഴുതിയെടുത്തിട്ട് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. ഒപ്പം എല്ലാവരും പഠിച്ചത് ടീച്ചറിന് വോയിസ് ഇട്ട് തരണം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു. എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഹിന്ദി പഠിച്ചത് ഒരു പോയം ആയിരുന്നു അല്ലെ? അസ്ലി മോത്തി. ഓർമ്മയില്ലേ? അപ്പൊ അതിന്റെ എക്സസൈസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതാണ് ചെയ്യുന്നത്. ഇത് കുറച്ചേ പഠിപ്പിക്കുന്നുള്ളൂ, കുറച്ച് എക്സസൈസേ പഠിപ്പിക്കുന്നുള്ളൂ. ഫസ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്? ശബ്ദ അല്ലെ? മീനിങ്. അപ്പൊ അവിടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ എടുക്കുക, പേജ് നമ്പർ 20. അപ്പൊ അവിടെ ഉണ്ട് നമുക്ക് പഠിക്കാനുള്ള മീനിങ്സ്. അപ്പൊ ടീച്ചർ ആദ്യം അതിന്റെ ഓരോന്നിന്റെയും ഹിന്ദി വേർഡ്സും അതിന്റെ ഇംഗ്ലീഷ് മീനിങ്ങും ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഫൂൾ. ഫൂൾ മീൻസ് എന്താണ്? ഫ്ലവർ അല്ലെ? പൂവ്, പുഷ്പം. അപ്പോ ഫസ്റ്റ് വേർഡ് ഫൂൾ, ഇതിന്റെ മീനിങ് ഫ്ലവർ. സെക്കൻഡ് ഹൽക്ക. ഹൽക്ക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ലൈറ്റ് അല്ലെ? പ്രകാശം, വെട്ടമുള്ള. ഹൽക്ക എന്ന് പറഞ്ഞാൽ ലൈറ്റ്. മൂന്നാമത്തേത് സീതേ സാത്തേ എന്ന് പറഞ്ഞാൽ സിമ്പിൾ അല്ലെ? വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള അല്ലെ? എന്നോട് പറഞ്ഞില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരാളാണ് ഇവിടെ ജാണിക്കുന്നത്, വളരെ സിമ്പിൾ. അപ്പോ സീതേ സാത്തേ എന്ന് പറഞ്ഞാൽ സിമ്പിൾ. അടുത്തത് രംഗ്. രംഗ് എന്ന് പറഞ്ഞാൽ കളർ അല്ലെ? നിറമുള്ള അല്ലെ? രംഗ് എന്ന് പറഞ്ഞാൽ കളർ, നിറമുള്ള. പിന്നെ പറയുന്നത് ഛായയാണ്.
ഷെയ്ഡ്. ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തണല് അല്ലെ, ഒരു തണല് നൽകുക എന്നുള്ളത് ഷെയ്ഡ്, ഒരു തണല്. അപ്പോ ഛായ എന്ന് പറഞ്ഞാൽ ഷെയ്ഡാണ്, തണല്. പിന്നെ പറയുന്നത് ഹദ് എന്ന് പറഞ്ഞാൽ ബോർഡർ. ബോർഡർ എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ, അതിർത്തി അല്ലെ. നമ്മുടെ അതിർത്തി രണ്ട് വീടുകളും ഒക്കെ തമ്മിൽ അതിർത്തി കെട്ടുക എന്ന് പറഞ്ഞാൽ നടുക്കൂടെ എന്താണ്, അതിർത്തി കെട്ടും അല്ലെ, മതിലൊക്കെ പോലെ കെട്ടില്ല. അപ്പൊ അതിർത്തി എന്താണ്, ഹദ് എന്ന് പറഞ്ഞാൽ ബോർഡർ, അതിർത്തി. പിന്നെ പറയുന്നത് ചൗട്ട എന്ന് പറഞ്ഞാൽ വൈഡ്. വൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ വിശാലമായിട്ടുള്ളത്, വളരെയധികം വലുത്, വിശാലമായിട്ടുള്ളത്. അതാണ് എന്റെ ചൗട്ട എന്ന് പറഞ്ഞാൽ വിശാലമായിട്ടുള്ള, വൈഡ്. പിന്നെ പറയുന്നത് നക്കലി. നക്കലി എന്ന് പറഞ്ഞാൽ എന്താണ്, ആർട്ടിഫിഷ്യൽ. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ കൃത്രിമമായ അല്ലെ, ഉണ്ടാക്കുന്നത്, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കൃത്രിമമായിട്ടുള്ള കാര്യം. അതാണ് ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്നത്, കൃത്രിമമായ. നക്കലി എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ, കൃത്രിമമായിട്ടുള്ളത്. ഇത്ര ഒന്ന് വായിക്കാം, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് പറയുന്നത് കൂൾ ആണ്. കൂൾ എന്ന് പറഞ്ഞാൽ ഫ്ലവർ, പുഷ്പം, ഫ്ലവർ. സെക്കൻഡ് ഹൽക്ക. ഹൽക്ക എന്ന് പറഞ്ഞാൽ ലൈറ്റ്, വെട്ടം, വെളിച്ചം, ലൈറ്റ്. തേർഡ് സീതേ സാധേ എന്ന് പറഞ്ഞാൽ സിമ്പിൾ, വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള. പിന്നെ രംഗ് എന്ന് പറഞ്ഞാൽ കളർ, നിറമുള്ള, കളർ. പിന്നെ ഛായ എന്ന് പറഞ്ഞാൽ ഷെയ്ഡ്. ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, തണൽ നൽകുക അല്ലെ, ഒരു മറവ്, തണൽ പോലെ. പിന്നെ ഹദ് എന്ന് പറഞ്ഞാൽ ബോർഡർ, അതിർത്തി, ബോർഡർ. ചൗട്ട എന്ന് പറഞ്ഞാൽ വൈഡ്. വൈഡ് എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ളതെന്ന് അർത്ഥം. പിന്നെ നക്കലി എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ, കൃത്രിമമായിട്ടുള്ളതെന്നാണ് അതിന്റെ അർത്ഥം, ആർട്ടിഫിഷ്യൽ. അടുത്തത് ഖുദ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെൽഫ്. സെൽഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായി, നമ്മളുടെ സ്വന്തം അല്ലെങ്കിൽ സ്വയം എന്നുള്ളതാണ് സെൽഫ്. ഖുദ് എന്ന് പറഞ്ഞാൽ സെൽഫ്, സ്വന്തമായിട്ടുള്ള അല്ലെങ്കിൽ സ്വയം എന്നൊക്കെയുള്ള മീനിങ്. പിന്നെ പാൺ എന്ന് പറഞ്ഞാൽ ബാങ്ക്. ബാങ്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ബാങ്കിലൊക്കെ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലം അല്ലെ, വിഡ്രോയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലത്തെ. ഇപ്പൊ പേയ്മെന്റ് അല്ലെ, ഇപ്പൊ പാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ബാങ്ക്. ലംബെ എന്ന് പറഞ്ഞാൽ എന്താണ്, ടോൾ. ടോൾ എന്ന് പറഞ്ഞാൽ വളരെ പൊക്കമുള്ള, ഉയരമുള്ള എന്നൊക്കെയാണ് ടോൾ. ലംബെ എന്ന് പറഞ്ഞാൽ ടോൾ, പൊക്കമുള്ള അല്ലെങ്കിൽ ഉയരമുള്ള എന്നൊക്കെ അർത്ഥം. അടുത്തത് അസലി. അസലി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒറിജിനൽ അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള എന്നാണ് അർത്ഥം, യഥാർത്ഥമായിട്ടുള്ളത്. അസലി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ, യഥാർത്ഥമായിട്ടുള്ളത് എന്നൊക്കെയാണ് എന്റെ മീനിങ്. പിന്നെ പറയുന്നത് ഗാവരായി എന്ന് പറഞ്ഞാൽ ഡെപ്ത്. ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആഴമുള്ള അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ പറയാം വെള്ളത്തിലൊക്കെ നല്ല ആഴമുണ്ടെന്ന് പറയില്ല, അപ്പൊ അതുപോലെ ആഴമുള്ള എന്നാണ് ഡെപ്ത് എന്നതിന്റെ മീനിങ്. ഗഹരായി എന്ന് പറഞ്ഞാൽ ഡെപ്ത്, ആഴമുള്ള. പിന്നെ പറയുന്നത് ആസാദ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡിപെൻഡൻസ് അല്ലെ, സ്വാതന്ത്ര്യം. ആസാദ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ ഖുദ് എന്ന് പറഞ്ഞാൽ ഓൺ, അതും എന്താണ്, നമ്മൾ സ്വന്തമായിട്ടുള്ള എന്നാണ് അർത്ഥം. അപ്പം അത്ര പറയാം. ആദ്യം പറയുന്നത് ഖുദ് എന്നാണ്, അത് സെൽഫ്. ഓക്കെ, സെൽഫ്, സ്വന്തമായിട്ടുള്ള എന്നൊക്കെ അർത്ഥം. പിന്നെ പാൺ എന്ന് പറഞ്ഞാൽ ബാങ്ക്. പിന്നെ ലംബെ എന്ന് പറഞ്ഞാൽ ടോൾ, പൊക്കമുള്ള അല്ലെങ്കിൽ ഉയരമുള്ള എന്നൊക്കെ മീനിങ്. പിന്നെ അസലി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ അല്ലെ, ഒറിജിനൽ എന്ന് പറഞ്ഞാൽ എന്താണ്, യഥാർത്ഥമായിട്ടുള്ള കഥ. പിന്നെ ഗഹരായി എന്ന് പറഞ്ഞാൽ ഡെപ്ത്, വളരെ ആഴമുള്ള എന്നാണ് അർത്ഥം. പിന്നെ ആസാദ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം. പിന്നെ ഖുദ് എന്ന് പറഞ്ഞാൽ ഓൺ, അത് സ്വാതന്ത്ര്യം. നമ്മൾ അവിടെ തന്നെ ആദ്യം പറഞ്ഞിരിക്കുന്ന വാക്കും ഇപ്പൊ നമ്മൾ പറഞ്ഞ ഖുദ് കണ്ടോ, അതിന്റെ രണ്ടും ഹിന്ദി വേർഡ്സ് സെയിം ആണ്, പക്ഷെ ഇംഗ്ലീഷിൽ മീനിങ് വന്നപ്പോൾ വ്യത്യാസം. സെൽഫും ഉണ്ട്, ഓൺ. നമുക്ക് രണ്ടും എന്താണ്, സ്വയം, സ്വന്തമായിട്ടുള്ളത് എന്നാണ് അർത്ഥം, സെൽഫ് അല്ലെങ്കിൽ ഓൺ. അപ്പൊ അതിലേക്ക് ഒന്ന് പഠിക്കാം. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? ഇനി നിങ്ങൾ അതിന്റെ താഴെ നോക്കി, അവിടെ എക്സസൈസില് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് निम्नलिखित शब्दों का अर्थ अंग्रेजी में लिखिए. Write the meanings of the following words in English. അല്ലേ, അപ്പൊ നിങ്ങൾ അവിടെ മോളിൽ ടീച്ചർ പറഞ്ഞ ഹിന്ദി വേർഡ്സ് വേണം, ഇംഗ്ലീഷ് മീനിങ്സ് ഒക്കെ നിങ്ങൾ കേൾക്കും. ഇത് പഠിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് അവിടെ നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സസിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക, ഇവിടെ ഫില്ല് ചെയ്യുക. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ടീച്ചർ ഇപ്പൊ പഠിപ്പിച്ച ഹിന്ദി വേർഡ്സ് ആൻഡ് ഇംഗ്ലീഷ് മീനിങ്സ് ഒക്കെ നന്നായിട്ട് പഠിക്കുക.
കോപ്പി റൈറ്റിംഗ് ബുക്കിനകത്തോട്ട് 5 times വെച്ചിട്ട് എഴുതി പഠിക്കണം കേട്ടോ. എന്നിട്ട് അടുത്ത ദിവസം എനിക്കത് സബ്മിറ്റ് ചെയ്ത് തരികയും വേണം കേട്ടോ. നിങ്ങൾ നോട്ട്സ് അയക്കുന്ന കൂട്ടത്തിൽ കോപ്പി റൈറ്റിംഗ് ബുക്കിന്റെ കാര്യം പ്രത്യേകം പറയാണ്. നോട്ട്സ് അയക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ കോപ്പി റൈറ്റിംഗ് ബുക്കിനകത്ത് ടീച്ചർ എഴുതി പഠിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ കൂടെ ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. അപ്പൊ അതിന്റെ ഫസ്റ്റ് ഈ പാഠത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ അർത്ഥം എല്ലാ അർത്ഥങ്ങളും എന്ത് ചെയ്യുക, ഹിന്ദി വാർഡ്സും ഇംഗ്ലീഷ് മീനിങ്സും 5 times വെച്ച് എഴുതി പഠിച്ച ടീച്ചറിന് സെൻഡ് ചെയ്ത് തരും. ഓക്കെ. ദെൻ അടുത്ത് പറയുന്നത് അവിടെ 1 to 10 അല്ലെ, 1 മുതൽ 10 വരെ ഹിന്ദി വേർഡ്സ് ഉണ്ട്. അതായത് ഫസ്റ്റ് അസലി, സെക്കൻഡ് രംഗ്, പിന്നെ ചായ, ആസ, ചൗക, ഹൽക്ക, ഗഹ്ര, പാട്ട്, നക്കലി, സീതേ സാധേ. ഇത്രയും ഹിന്ദി വേർഡ്സ് ഉണ്ട്. ഈ ഹിന്ദി വേർഡ്സിന്റെ ഇംഗ്ലീഷ് മീനിങ് നിങ്ങൾ സ്വന്തമായിട്ട് മുകളിൽ നോക്കാതെ കോപ്പി ഒന്നും അടിച്ചു വെക്കാതെ സ്വന്തമായിട്ട് പഠിച്ചതിന് ശേഷം അവിടെ എന്ത് ചെയ്യുക, പെൻസിൽ കൊണ്ട് ഫില്ല് ചെയ്യുക കേട്ടോ. ഓക്കെ. ദെൻ അടുത്തത് ഇനി പറയുന്ന ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. അത് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാം കേട്ടോ. അടുത്ത ക്ലാസ് നമുക്കത് പഠിക്കാം. ഇനി ഇതിന് തൊട്ട് താഴെയായിട്ട് ഉള്ളത് ഖാലി ജഗഹ് ഫലിയേ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പൊ അതിനകത്ത് നമ്മൾ പഠിച്ച പോയം ആണ് പറഞ്ഞിരിക്കുന്നത്. പോയം അല്ലെ, നമ്മൾ പഠിച്ച പോയത്തിനകത്തുള്ള ലൈൻസ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഇടയ്ക്കുള്ള വേർഡ് 1-2 വേർഡ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മിസ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതാണ് ടീച്ചർ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞത്. ടീച്ചർ ഇവിടെ നിങ്ങൾക്ക് അതിന്റെ വേർഡ്സ് അവിടെ മിസ്സായി പോയിട്ടുള്ള വേർഡ്സ് ഇവിടെ കാണിക്കും. നിങ്ങൾ അത് അവിടെ എഴുതിയെടുക്കുക, പെൻസിൽ കൊണ്ട് എഴുതിയെടുക്കുക. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ജോ ഡാഷ് മോത്തി ഹോത്തെ ഹൈ വേ ഡാഷ് രംഗ് കെ ഹോത്തെ ഹൈ അല്ലെ. അതായത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ജോ ഡാഷ് മോത്തി ഹോത്തെ ഹൈ വേ ഡാഷ് രംഗ് കെ ഹോത്തെ ഹൈ. അപ്പൊ നിങ്ങള് ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ വെച്ച് പഠിപ്പിച്ച കാര്യം എന്തായാലും ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചു നോക്കിയിട്ടുണ്ടായിരിക്കും അല്ലെ. അവിടെ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് സെന്റൻസ് ജോ ഡാഷ് മോത്തി ഹോത്തി ഹൈ വേ ഡാഷ് രംഗ് കെ ഹോത്തെ ഹൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അതായത് അവിടുത്തെ പറഞ്ഞിരിക്കുന്ന അർത്ഥം എന്താണ്, ഒറിജിനൽ ആയിട്ടുള്ള പവിഴങ്ങൾക്ക് കാണുമ്പോൾ വലിയ നിറമൊന്നും ഉണ്ടായിരിക്കില്ല അല്ലെ. അതെന്താണ്, വെള്ള നിറത്തിലാണ്, അതിന് ഒരുപാട് നിറമൊന്നും ഉണ്ടായിരിക്കില്ല അല്ലെ. ഒറിജിനൽ പവിഴം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഒറിജിനൽ പവിഴം, യഥാർത്ഥ പവിഴം എന്ന് പറയുന്നത് അതിന് ഒരുപാട് ഭയങ്കര കളർ ഒന്നും ഉണ്ടാവില്ല. അത് ഒരു വൈറ്റ് കളർ, വെള്ള കളറിലായിരിക്കും ഇരിക്കുന്നതാണ് പഠിച്ചത്. അപ്പൊ ആ ഒരു വരിയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ജോ ഡാഷ് എന്ന് പറയുന്നത് ടീച്ചർ ഇവിടെ കാണിക്കുന്നുണ്ട്, എഴുതുക അസലി. ഇവിടെ കാണിക്കുന്നുണ്ട് അസലി മോത്തി ഹോത്തെ ഹൈ വേ ഡാഷ് എന്നുള്ളിടത്ത് എഴുതുക ബീന. ബീന രംഗ് കെ ഹോത്തെ ഹൈ. ഒരുപാട് നിറങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല അല്ലേ. എഴുതിയോ? അപ്പൊ അപ്പം ജോ അസലി മോത്തി ഹോത്തെ ഹൈ വേ ബീന രംഗ് കെ ഹോത്തെ ഹൈ. എഴുതിയോ? സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത് ജോ ഡാഷ് ഫല കർത്തെ ഹൈ വേ ഡാഷ് രംഗ് കെ ഹോത്തെ ഹൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അതായത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ജോ ഡാഷ് ഫല കർത്തെ ഹൈ. നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിന് ആ പോയത്തിന്റെ ആദ്യത്തെ ഫസ്റ്റ് ലൈൻ ആണ് കണ്ടോ, ജോ ഡാഷ് ഫല കർത്തെ ഹൈ. എന്താണ് അവിടെ, ഫൂൾ. അപ്പൊ അത് നോക്കി എഴുതിക്കേ, ഫൂൾ. ഫൂൾ അതായത് നമ്മൾക്ക് ഫലം തരുന്ന വൃക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അതില് പൂവൊന്നും കാണത്തില്ല അല്ലേ. വേ ഡാഷ് രംഗ് ഹോത്തെ ഹൈ അല്ലെ. അതായത് എന്തിനാ, ഹൽക്കെ. ഹൽക്കെ അവിടുത്തെ സെക്കൻഡ് സെന്റൻസ് ആണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുമ്പോ കാണാം, ആ ഫസ്റ്റും സെക്കൻഡും ലൈൻസ് ആണ് തന്നിരിക്കുന്നത്. ജോ ഫൂൾ ഫല കർത്തെ ഹൈ. അതായത് നമ്മൾക്ക് ഫലം തരുന്ന, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫലം തരുന്ന വൃക്ഷങ്ങളെ സംബന്ധിച്ചിട്ട് അത് നല്ല പൂക്കളൊന്നും ഉണ്ടാവില്ല. വേ ഡാഷ് രംഗ് കെ ഹോത്തെ ഹൈ അല്ലെ. ഹൽക്കെ 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 രംഗ് കെ ഹോത്തെ ഹൈ. അപ്പൊ ഇനി അടുത്തത് നോക്കി, മൂന്നാമത് പറയുന്നത് ജോ ഡാഷ് ഹാത്ത് മേൻ രഖ്തെ ഹൈ വേ ഡാഷ് അപ്നെ മേൻ ഹോത്തെ ഹൈ. അതായത് നമ്മൾ എന്താണ്, നമ്മൾക്ക് കുറെ പരിധി ഉണ്ട് അല്ലെ. നമ്മളെല്ലാം
ഓരോ കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ പറയുന്ന അനുസരിച്ചാണ് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നത് അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ടീച്ചർ പറഞ്ഞു നമ്മൾ എന്താണ് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ എങ്ങനെയാണോ എന്തൊക്കെ കണ്ടാണോ വളർന്നു വരുന്നത് അതനുസരിച്ചാണ് നമ്മൾ പിന്നെ മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞു. നമുക്ക് എല്ലാത്തിനും ഒരു പരിധി ഉണ്ട് അല്ലെ, ഒരു അതിർത്തി ഉണ്ട്. നമുക്ക് എല്ലാത്തിനും ഓരോ പരിധി ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലെ. അപ്പോ അതിന് അവിടെ ആൻസർ നിങ്ങൾ നിങ്ങളുടെ പോയം എടുത്തേ. ആ പോയം എടുത്ത് ഏറ്റവും താഴെ ആ പോയം തീരാറാവുന്ന ഏറ്റവും താഴത്തെ സ്റ്റാൻസിലെ ആ 4 വരി കണ്ടോ. ആദ്യം നോക്കിയേ, ജോ അപ്പനി ഹത്മേ രഹത്തെ ഹൈ. അപ്പൊ അവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന നോക്കിയോ ടെക്സ്റ്റ് നോക്കിയേ, ഇനി ഫില്ല് ചെയ്യാനുള്ളത് നോക്കിയേ, ജോ ദാഷ് ഹത്മേ രഹത്തെ ഹൈ. അപ്പൊ ആൻസർ എന്താണ് അവിടെ? അപ്പനി ഹത്മേ രഹത്തെ ഹൈ. വേ ഡാഷ്, വേ എന്താണ്? ബേഹൻ കണ്ടോ, बेहद अपने में होते हैं. फिर इनी नालामतത് जो दाश हाथ में होते हैं वे दाश होते हैं. അതായത് നിങ്ങൾക്ക് അവിടെ ടീച്ചർ പറഞ്ഞു തരാൻ പേജ് എടുക്കുക. അവിടെ ടെക്സ്റ്റ് ബുക്കില് പോയം തുടങ്ങുമ്പോ കണ്ടോ, തുടങ്ങുന്ന ആദ്യത്തെ വരി നോക്കി അതിനകത്തെ 3ാമത്തെ വരി ജോ ഡാഷ് കണ്ടോ, ജോ ബെഡേ आदमी होते हैं, जो बड़े आदमी होते हैं वे दाश होते हैं, वे सीधे साधे होते हैं. सीधे साधे അതായത് വളരെ വലിയ മനുഷ്യരെന്ന് പറഞ്ഞ എന്താണ്, എപ്പോഴും വളരെ സിമ്പിൾ ആയിരിക്കും. അവർക്ക് ജാടയൊന്നും ഉണ്ടാവില്ല. അവരെല്ലാവർക്കും മറ്റുള്ളവരെ സഹായിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഷമത്തിൽ പങ്കുചേരാനും ഒക്കെ മനസ്സുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ഒരു സാധുക്കളായിട്ടുള്ള ആളുകളായിരിക്കും വലിയ വലിയ പൊസിഷനിലൊക്കെ നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. ലാസ്റ്റ് जो दाश बनते धनते हैं वे दाश उतने होते हैं അല്ലെ. അതായത് അവിടെ നിങ്ങളുടെ പോയം ടെക്സ്റ്റ് ബുക്കിൽ എടുക്കുക. അവിടുത്തെ 3ാമത്തെ സ്റ്റാൻസ് ഒക്കെ, അതായത് വരി എന്ന് പറയുമ്പോ 10ാമത്തെ ജോ ജിത്തനെ ബൻത്തെ തൻത്തെ ഹായും കണ്ടോ, ജിത്തനെ കണ്ടോ, അതായത് जो जितने बनते तनते हैं वे नकली उतने होते हैं. അതായത് നല്ല നല്ല നമുക്ക് കാണുമ്പോൾ വളരെ ആകർഷകമായി തോന്നുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ എന്തുണ്ട്, വളരെ കളർ ഉള്ള നിറങ്ങളുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാൻ കിട്ടും അല്ലെ. അപ്പൊ നമ്മൾ പറയുന്നുണ്ട് യഥാർത്ഥ പവിഴങ്ങൾ എന്ന് പറയുന്ന അതിന്റെ യഥാർത്ഥത്തിൽ നല്ല നിറമൊന്നുമില്ല, അത് വെള്ള നിറമാണല്ലേ. അപ്പൊ നമ്മുടെ മുന്നിൽ നിന്ന് ചിരിച്ചുകൊണ്ട് കാണുന്ന ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരുപാട് നല്ല നിറങ്ങളൊക്കെ ഉള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരെല്ലാം നല്ലവരായിരിക്കില്ല അല്ലെ. പക്ഷെ സാധുക്കളായിട്ട് നിൽക്കുന്ന ആളുകളുടെ മനസ്സായിരിക്കും എപ്പോഴും നല്ലത് അല്ലെ. അതാ പറയുന്നത് കാണുന്ന നല്ല നിറങ്ങളുള്ള വസ്തുക്കളെല്ലാം എപ്പോഴും എന്തല്ല, നല്ലതായിരിക്കില്ല. യഥാർത്ഥ പവിഴ മുത്തെന്ന് പറയുന്നത് അതിന് വെള്ള നിറം മാത്രമേയാണ്, അതിന് നിറം കുറവാണ്, വെള്ള നിറം മാത്രമാണ് അതിന് ഉള്ളതെന്നാണത് പറയുന്നത്. ഓക്കെ, അത് ഫില്ല് ചെയ്തോ എല്ലാവരും ടീച്ചേഴ്സ് കാണിച്ചതനുസരിച്ച് എല്ലാവരും ഫില്ല് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇത്രയും പഠിക്കാൻ. നമ്മൾ ഇന്നത്തെ ക്ലാസ് കുറച്ച് കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ. ഒന്നാമത്തെ അർത്ഥം പഠിച്ചു, വേർഡ്സ് ഇംഗ്ലീഷ് മീനിങ്സും പഠിച്ചു. ഇപ്പോൾ തന്നെ ഫില്ലപ്പും ഇത്ര മാത്രമേ പഠിച്ചുള്ളൂ. ഫില്ലപ്പ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോയം ഒക്കെ നന്നായിട്ട് വായിച്ച് നോക്കിയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും അത് പഠിക്കാൻ. ഓക്കെ, അർത്ഥമൊക്കെ നന്നായിട്ട് കോപ്പറേറ്റ് ബുക്കിൽ എടുത്ത് പഠിക്കാം. ബാക്കി ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒട്ടേപോലെ അർത്ഥങ്ങളും ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ ടീച്ചേഴ്സ് പഠിപ്പിച്ചതെല്ലാം നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.